സീറോ ഡൗൺ പേയ്മെന്റിൽ ഇറക്കാൻ പറ്റുന്ന ഒറിജിനൽ കേരള ടൈപ്പ് 4 കംഫർട്ട് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ള ഒരു അടിപൊളി ഒറിജിനൽ കേരള ഇന്നോവ ഫുൾ ഓണിൽ ബഡ്ജറ്റ് പ്രൈസ്. ടയറൊക്കെ നോക്കി അത്യാവശ്യം നല്ല ടയേഴ്സ് കാര്യങ്ങൾ, അഡീഷണൽ അലോയ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ള ഒരു പെട വാഹനം. എങ്ങനെയായിരുന്നു നാസർക്ക മോഡല് കാര്യങ്ങളൊക്കെ? ഇത് 2012 ഒറിജിനൽ. നമുക്ക് എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റൂ? ഇത് 5,30,000. 5.30 ഫുൾ ഓൺ അല്ല. അടുത്തതോട് ഏകദേശം 17-18 മൈലേജ് കിട്ടുന്ന ഒരു കിഡിലെ 85 PS വരുന്ന റെനോയുടെ ഒരു ലോഡ്ജ് സ്പെഷ്യൽ എഡിഷൻ വാഹനം. മെയിൻ്റെനൻസ് വളരെ കുറവാണ്, നല്ല സ്പേഷ്യസ് ആണ്. 8 പേർക്ക് സുഖസുന്ദരമായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി 7 സീറ്റർ വാഹനം. ഏതായിരുന്നു മോഡൽ വരുന്നത്? 2016 മോഡൽ. ഓക്കെ, സിംഗിൾ ഓണർ വണ്ടിയാണ്. ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല, നല്ല നീറ്റ് വണ്ടി. എത്ര രൂപ കൊടുക്കാൻ പറ്റും? ഇത് 4 ലക്ഷം രൂപ. 4 ലക്ഷം രൂപ ചെറിയ പൈസക്ക് ഒരു 8 സീറ്റർ വാഹനം അല്ല. ഇത് നമുക്ക് ഒരു XL6 വരുന്നുണ്ട്. അത്യാവശ്യം എക്സ്ട്രാ ഫിറ്റിംഗ്സും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുള്ള ഒറിജിനൽ കേരള മലപ്പുറം വണ്ടിയാണ്. നല്ല ഫാൻസി നമ്പർ കാര്യങ്ങളൊക്കെ വരുന്ന ഒരു അത്യാവശ്യം മൈലേജ് കിട്ടുന്ന ഒരു 7 സീറ്റർ. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2020 മോഡല്, സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. 88,000 ഓടിയിട്ടുണ്ട്. ആക്സിഡന്റ് റീപ്ലേസ് സംഭവമൊന്നുമില്ല. എത്ര ചോദിക്കുന്നത്? നമ്മൾ പറയും. എത്ര ചോദിക്കുന്നത്? ഇതിന് 9,40,000. 9,40 അല്ലേ? ഏകദേശം എത്ര വേണ്ടി ഇറക്കാൻ പറ്റും? 80 റുപ്യ എന്തായാലും വേണ്ടി. നേരെ XL6 അല്ലെ എർട്ടിക നോക്കുന്നവർക്ക് ഓട്ടോമാറ്റിക്കല് ഒരു കിഡ്ലം വാഹനം. അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ലോ കിലോമീറ്റർ ആണ്. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2022 മോഡൽ. കിലോമീറ്റർ എങ്ങനെയായിരുന്നു? 28,000 ഓടി. എത്ര ചോദിക്കുന്ന ഈ ഒരു വാഹനത്തിന്? ഇതിന് 11,40,000. 11,40 സിംഗിൾ ഓണർ, ഹൈബ്രിഡ്, ഓട്ടോമാറ്റിക്. ഓക്കെ, അപ്പോൾ അത്യാവശ്യം നല്ല കിഡ്ലം കളക്ഷൻസ് നമ്മളെ സ്കൈവേയിൽ അവൈലബിൾ ആണ്. പുതിയ സ്റ്റോക്കുകളും ഈ റെന്റിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ബൊലോറോ ഉണ്ട്, പിന്നെ കാറ ഉണ്ട്, പിന്നെ വേറെയും കുറെ വണ്ടികളുണ്ട് അല്ലേ? ബൊലോറോ എല്ലാവരും ചോദിക്കണം. നമ്മുടെ അടുത്ത് ബൊലോറോ എന്നുണ്ടാണ്. ബൊലോറോ ഉണ്ട്, ഒരു ബ്രസ് ഉണ്ട്, ഒക്കെ കാറുണ്ട്. അപ്പോൾ ഏത് റേഞ്ചിലെ വാഹനങ്ങൾ വേണമെങ്കിലും താഴെ കാണുന്ന നമ്പറിൽ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്തോളി.